Hi friends, welcome back to Veekshna the Art World. ഇന്നത്തെ വീഡിയോ ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ആണ്. അതായത് ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ ചെയ്തതിന് ശേഷം ഇന്ത്യൻ മെയ്ഡ് ആപ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഓഫ് ടിക്ടോക്ക് ആപ്പ് ഏതാണെന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്ത് നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒന്ന് റിവ്യൂ കണ്ടിട്ട് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. ഞാൻ ഓൾട്ടർനേറ്റീവ് ആപ്സ് ഫോർ ടിക്ടോക്ക് എന്നാണ് സെർച്ച് ചെയ്യുന്നത്. ഞാൻ ഒരു തവണ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് നോക്കിയതായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഈ ആപ്പ് നല്ലതാണെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഷെയർ ആണെന്ന് ചോദിച്ചിട്ട് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തതാണ്. നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ ആപ്സിനെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം നോക്കുന്നത് ഡൗൺലോഡ്സ് ആണ്, പിന്നെ റിവ്യൂ എല്ലാം 4+ ആണ് എല്ലാത്തിനും കാണുന്നത്. അപ്പോൾ 4.2 ഒക്കെ റിവ്യൂ ഉള്ള ഒരു ആപ്പാണ് റോപ്പോസോ എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ ഓൺ വീഡിയോ ആപ്പ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അതിന് 50 മില്യൺ+ ഡൗൺലോഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലതായതുകൊണ്ടാവും അത് എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ റിവ്യൂസ് ആദ്യം ഒന്ന് നോക്കാം. ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർ അതിൻ്റെ കമൻസ് റേറ്റിങ്സിൻ്റെ കൂടെ കമൻസും കൂടി കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഒന്ന് നോക്കാം. .2 ആണ് റേറ്റിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ റിവ്യൂസ് വന്നിട്ടുള്ളത് ആപ്പിന് 1-2 കാര്യങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർ. അവർ പറഞ്ഞിട്ടുള്ളത് ഒന്ന് മെസ്സേജ് ചെയ്യാനായിട്ട് ഉള്ള ഇത് അപ്ഡേഷൻ വരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരാൾ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ മാത്രമാണ് ഉള്ളത് ഇതിൽ. അപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് വഴിയുള്ള ലോഗിനും കൂടി ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു റിക്വസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മെസ്സേജിൻ്റെ കാര്യം, പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാനുള്ള ഇത് കുറച്ചും കൂടി അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫണ്ണായിരിക്കും. അപ്പോൾ അതൊരു ലിമിറ്റേഷനായിട്ട് ഉണ്ട്. പക്ഷേ എന്നാലും ഒരുപാട് പേര് ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിവ്യൂസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ബെറ്ററാണ്. പിന്നെ അപ്ഡേഷൻ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം നമുക്കത് വരും ദിവസങ്ങളിൽ അതെല്ലാം വന്നുകൊണ്ടിരിക്കും എന്നുള്ള ഇതുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ആപ്പായിട്ടാണ് റോപ്പോസോ ഇപ്പോൾ കാണുന്നത്. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നോക്കാം. അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇൻസ്റ്റാൾ ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. നെറ്റ്വർക്ക് കുറച്ച് കുറവാണ് ഇന്ന്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ഇതിൻ്റെ എബൌട്ട് ദ ആപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എബൌട്ട് ദി ആപ്പ് ഒന്ന് അവരുടെ കമ്പനി എന്തൊക്കെയാണ് ഇതിന് ഓഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഞാൻ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്തിട്ടുണ്ട്.
ദിസ് ആപ്പ് എന്താണെന്ന് വെച്ചാൽ റോപ്പോസോ ഇന്ത്യയിലെ ആൾക്കാർക്ക് വേണ്ടി ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ ആപ്പാണെന്ന് പറയുന്നുണ്ട്. 10ലധികം ലാംഗ്വേജസിൽ ഇത് അവൈലബിൾ ആണെന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ റോപ്പോസോ ഇന്ത്യയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വീഡിയോ ഷെയറിങ് ആൻഡ് ക്രിയേറ്റിംഗ് ആപ്പാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം, അതായത് റോപ്പോസോ എന്ന് പറയുന്ന ഈ ഒരു ആപ്പ്, ഈ ഒരു കമ്പനിക്ക് ഒരുപാട് ചാനൽസ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റോപ്പോസോയിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും പിന്നെ വാട്സപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ സ്റ്റാറ്റസ് ആയിട്ടും എല്ലാം ഷെയർ ചെയ്യാനും എല്ലാം ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവരുടെ ചാനൽസിനെ കുറിച്ചാണ് താഴെയൊക്കെ പറയുന്നത്. ഒരുപാട് ചാനൽസ് ഇതിൽ ഉണ്ട്. ഇവരുടെ ക്രിയേഷൻ തന്നെയാണ് അത്. ആ ചാനൽസിനെ കുറിച്ചാണ് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ പറയുന്നത്. ക്രിയേറ്റേഴ്സിൻ്റെ തന്നെ മറ്റുള്ള ചാനൽസാണ്. അവർക്ക് കുറച്ച് ചാനൽസ് ഉണ്ട്. അതിനെക്കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസാണ് ബാക്കി പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞിട്ട് ഒരു കോമഡി ബേസ് ചെയ്തിട്ട് ലോഫിങ് ചാനൽ. അതുപോലെ അതിൽ വേൾഡിലെ ഫുൾ റിലീജിയസ് ആയിട്ടുള്ള എല്ലാ റിലീജിയൻസിൻ്റെയും വിശ്വാസങ്ങൾ, അതുപോലെ പ്രയേഴ്സ്, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഭക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട്. അതുപോലെ ബീറ്റ് എന്ന് പറഞ്ഞിട്ട് മ്യൂസിക്കിൻ്റെ ബേസിക് മ്യൂസിക് ആയിരിക്കും, അങ്ങനെ ഒരു ചാനലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലുക്ക് ഗുഡ് ഫീൽ ഗുഡ് എന്ന് പറഞ്ഞിട്ടൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനൽ. അങ്ങനെ കുറച്ച് ചാനൽസിനെ കുറിച്ചിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ആപ്പിൻ്റെ ഡീറ്റെയിൽസ്, ഇപ്പോൾ ഈ ആപ്പ് 2014 റിലീസ് ചെയ്തതാണ്. പക്ഷേ ഈ ഒരു ജൂലൈ 2020 16 ഇതിനൊരു ന്യൂ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അവർ ഈ ടിക്ടോക്കിന് കറക്റ്റായിട്ടുള്ള രീതിയിലായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അപ്ഡേഷനൊക്കെ വന്നതിന് ശേഷമുള്ള ആപ്പ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 96% ആയിട്ട് ഓക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളിത് ആപ്പ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കളറിലാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്കിതിൽ ആദ്യം വരുന്നത് ലാംഗ്വേജ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ഏത് ലാംഗ്വേജാണ് നമുക്ക് ഈസി കൈകാര്യം ചെയ്യാനായിട്ട്, അപ്പോൾ ആ ലാംഗ്വേജ് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇംഗ്ലീഷിലാണ് നമ്മളെല്ലാം ഇൻസ്ട്രക്ഷൻസും വായിച്ചിട്ട് നമുക്ക് എളുപ്പമുള്ളതെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് എടുക്കാം. ഞാനിപ്പോൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അത് തന്നെ മതിയെന്ന് അവർ ചോദിക്കുമ്പോൾ നമുക്ക് ടിക്ക് കൊടുക്കാം. ടിക്ക് കൊടുത്തതിന് ശേഷം ഇങ്ങനൊരു ഇതിലേക്ക് വരും. അപ്പോൾ നമ്മളവിടെ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തിട്ട് OTP വരും. അങ്ങനെ നമ്മുടെ ഫോൺ വെരിഫൈ ചെയ്യാനാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ നെയിം അടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഏജും അതുപോലെ ജെൻഡർ അടിക്കാനായിട്ട് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ രണ്ടാമത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വന്നതുകൊണ്ടാണ് അത് എനിക്കിപ്പോൾ വരാത്തത്. അപ്പോൾ ഞാൻ പേരും ഏജൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് വരുന്ന ഒരു ഇത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ ഏത് ലാംഗ്വേജിലുള്ള വീഡിയോസാണോ നമുക്ക് കാണേണ്ടത് അതാണ്. അപ്പോൾ ഞാൻ മലയാളം ചൂസ് ചെയ്തിട്ടുണ്ട്. മലയാളം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മലയാളം വീഡിയോസ് മാത്രമായിട്ട് കാണാം. പിന്നെ വൈറലായിട്ടുള്ള വീഡിയോസാണ് ഏറ്റവും ആദ്യമായിട്ട് വരിക. അതൊക്കെ ടിക്ടോക്ക് പോലെ തന്നെ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വന്നിട്ടുള്ളത്. വലിയ മാറ്റങ്ങളൊന്നുമില്ല, ടിക്ടോക്ക് പോലെ തന്നെയുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ മാത്രം, അതായത് ചില ഐക്കൺസ് മാത്രം പൊസിഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും അതുപോലെ തന്നെയാണ്. സ്വൈപ്പ് അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓരോ വീഡിയോസും നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകാനായിട്ട്. അതുപോലെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പ് വരും, അത് തന്നെയാണ് ലൈക്ക് ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ V എന്ന് പറഞ്ഞിട്ട് മുകളിൽ കാണുന്നത് നമ്മുടെ പ്രൊഫൈലാണ്. അതുപോലെ നമുക്ക് അവരെ ഫോളോ ചെയ്യാനും ഈ കാണുന്ന വീഡിയോൻ്റെ അക്കൗണ്ടിനെ ഫോളോ ചെയ്യാനും അവരുടെ ഡീറ്റെയിൽസിന് വേണ്ടി നമുക്ക് ആ പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പ്രൊഫൈലിലേക്ക് എത്താനായിട്ട് പറ്റും. അതുപോലെ മെസ്സേജ് അയക്കാൻ, കമൻറ്റ് ചെയ്യാനുള്ളത്, അതുപോലെ ഷെയർ ബട്ടണും എല്ലാം ഉണ്ട് ഇതിൽ. നമുക്ക് വീഡിയോ എടുക്കാനായിട്ടൊരു ക്യാമറ ബട്ടൺ താഴെ കാണുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് വീഡിയോ ക്യാമറയിൽ എടുക്കാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ നമ്മളിതുപോലെ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് എല്ലാം ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും.
ഇതിൽ ഞാൻ അലോ ചെയ്തപ്പോൾ ക്യാമറ ഓൺ ആയിട്ടുണ്ട്. ബാക്ക് ക്യാമറയിലാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഫിൽറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ടും അതുപോലെ നല്ല എഫക്ട്സ് നൽകിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സ്ലോ മോഷൻ ആക്കാനായിട്ട് ടൈമർ സെറ്റ് ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഗാലറിയിലുള്ള വീഡിയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഡ്രാഫ്റ്റ്സൊക്കെ നമ്മൾ ഡ്രാഫ്റ്റ്സൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞവർക്കാണ് ഉണ്ടാവുക. അതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് വീഡിയോസൊന്നും ഇതുവരെ ചെയ്യാത്തതുകൊണ്ട് അതൊക്കെ വേക്കൻ്റായിട്ട് കിടക്കുകയാണ്. പിന്നെ ഉള്ളത് നമുക്ക് ഫ്ലാഷ് ലൈറ്റിൻ്റെതും ടൈമർ സെറ്റിങ്സും അതുപോലെ ബ്യൂട്ടി എഡിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിലായിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഇൻ്റർഫേസ് ശരിക്കും കാണുമ്പോൾ ടിക്ടോക്ക് പോലെ തന്നെ ഉണ്ട്. വർക്കിങ്ങും അതുപോലെ തന്നെയാണ്. ഏകദേശം ചെറിയ ചെറിയ മാറ്റങ്ങളാണുള്ളത്. പിന്നെ ഇത് എൻ്റെ പ്രൊഫൈലാണ്. ഞാനിപ്പോൾ ചാനലിൻ്റെ പേര് തന്നെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഫോളോവേഴ്സും നമ്മൾ ഫോളോയിങ്ങും എല്ലാം കാണിക്കുന്നുണ്ട്. നമുക്ക് എല്ലാം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും എപ്പോഴും വരുന്നുണ്ട്. അവിടെ ഒരു സെറ്റിങ്സിൻ്റെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സെറ്റിങ്സും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ സെറ്റ് ചെയ്യാം സാധാരണ പോലെ തന്നെ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇതിൻ്റെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്. അതായത് റൈറ്റ് സൈഡിൽ ഒരു കോയിൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നറിയാം. ഓക്കെ, ലോഡാവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അത് ഓക്കെ. ഇതിൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്യാഷ് ഏൺ ചെയ്യണമെന്നുള്ളത് പറയുന്നത് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു 2-3 ഡേയ്സിൽ ഇതിൻ്റെ അപ്ഡേഷൻ വരും എന്നാണ് പറയുന്നത്. ഇതുവരെ ഇത് ആക്ടിവേറ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്യുന്നത് വഴി നമുക്ക് ഏൺ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. പോയിൻ്റ് വൈസ് നമുക്ക് ഏൺ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കൂടുതൽ വ്യൂസ് കിട്ടുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഏർണിങ്സൊക്കെ വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു അപ്ഡേഷനായിട്ട് 2-3 ദിവസം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതും കൂടി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ആപ്പ് എന്തുകൊണ്ടും വെറുതെ കുറേ വീഡിയോസ് എടുക്കുക ഷെയർ ചെയ്യുക എന്നുള്ളതിലല്ലാതെ നമുക്ക് ഏൺ ചെയ്യാനും കൂടി കുറച്ച് യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ആപ്പ് എല്ലാവരും ഒന്ന് മാക്സിമം ചെയ്ത് നോക്കി വെക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ഇങ്ങനെ ഏൺ ചെയ്യാൻ പറ്റുന്നത് നല്ല കാര്യമാണ്. അപ്പം ഈ ഒരു ആപ്പാണ് ഇപ്പോൾ ടിക്ടോക്കിൻ്റെ പകരമായിട്ട് വന്നിട്ടുള്ള ആപ്പുകളിൽ കുറച്ച് നല്ലൊരു ആപ്പായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു റിവ്യൂ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷനും എനേബിളാക്കി വയ്ക്കുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.